ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്തത് നടക്കുന്നത് ഗ്രന്ഥപൂജ എന്ന ചടങ്ങാണ്. അതായത് സാക്ഷാൽ ഭാഗവതത്തെ ഭഗവാന്റെ രൂപമായി കണ്ടുകൊണ്ട് ഗ്രന്ഥത്തെ നമസ്കരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവി, കലിയുഗത്തിലെ ഭഗവാന്റെ രൂപമാണ് ഭാഗവതം. അതുകൊണ്ട് ആ ഭാഗവതത്തെ നമസ്കരിക്കും. അതോടൊപ്പം തന്നെ യജ്ഞം നടക്കുന്ന യജ്ഞശാലകളിൽ അദൃശ്യന്മാരായിട്ട് സകല ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ മാഹാത്മ്യം പറയുന്നത്. അതുകൊണ്ട് ആ സകല ദേവതമാരെയും നമസ്കരിച്ച് ഗുരു ഗണപതി എല്ലാവരെയും നമസ്കരിച്ചു വേണം എല്ലാ ദിവസവും പാരായണം ആരംഭിക്കാൻ. അത് ആരംഭിക്കുകയാണ്. ഇവിടെ ചില മന്ത്രങ്ങൾ ജപിച്ചു തരും, അറിയാവുന്ന കൈ നിർബാല്യമായിരിക്കും. അതിന് കൈ നനയ്ക്കാനുള്ള വെള്ളമായിരിക്കും തരുന്ന, തീർത്ഥമല്ല. നമ്മുടെ കയ്യിലേക്ക് വെള്ളം വീണാൽ ഉടനെ നമ്മുടെ ധാരണ എല്ലാം തീർത്ഥമാണ്. അതുകൊണ്ട് വായിലൊഴിക്കാനല്ല, കൈ നനച്ച് ശുദ്ധമാക്കാനാണ്. ലൈനെ ഒന്ന് എഴുന്നേറ്റ് വരാമെങ്കിൽ അദ്ദേഹം അത് തരും. അതോടൊപ്പം തന്നെ എല്ലാവരോടും നിന്നുകൊണ്ട് ഈ മന്ത്രങ്ങൾ ഏറ്റു ജപിക്കുകയും വേണം. ഓരോരുത്തരായിട്ട് ലൈനെ വന്ന് ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ആ പൂക്കള് സമർപ്പിക്കും. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അങ്ങോട്ട് പാരായണം ആരംഭിക്കുകയാണ്. പ്രഥമസ്കന്ധം 8:30 വരെ തുടർച്ചയായിട്ട് വായിക്കുമായിരിക്കും. ആ അധ്യായത്തിന് മുമ്പ് ഏത് ഭാഗമാണ് എന്നുള്ളതൊന്ന് സൂചിപ്പിക്കും. പിന്നീട് 8:30 മണിക്ക് പ്രാതലിനായിട്ട് നിർത്തും. കൃത്യം 9 മണിക്ക് വീണ്ടും പാരായണം ആരംഭിക്കും. ആളെത്തിയാൽ 9:30 മണി മുതൽ പറയാൻ ആരംഭിക്കും. ഓരോ പ്രകരണങ്ങളായിട്ടായിരിക്കും പറയുക.
ഒരു അധ്യായം കണക്കിന് പറഞ്ഞാൽ അതൊരു ചേർച്ചയില്ലാതെ വരും. ഇപ്പോൾ രാവിലെ 8:30 വരെ, കാരണം അപ്പോഴത്തേക്ക് ആളുകളും വീടുകളിലെ ജോലികളും ഒക്കെ ഒതുക്കി വരികയുള്ളൂ. അപ്പം അതുവരെ നമ്മൾ തുടർച്ചയായിട്ട് ഓരോ അധ്യായം അങ്ങ് വായിച്ചു പോകും. ഏകദേശം പ്രഥമസ്കന്ധം തീരുന്നത് കഴിഞ്ഞാൽ ഉടൻ പറയാൻ ആരംഭിക്കും. ശുകാഗമനം വരെയുള്ള ഭാഗങ്ങളായി കഴിയുമ്പോൾ പിന്നെ അങ്ങ് തുടർച്ചയായിട്ട് പറയുകയായിരിക്കും. അങ്ങനെയാണ് രീതി. അങ്ങനെ പ്രകരണങ്ങൾ കണക്കിനായിരിക്കും പറയുക. എന്നാലേ നമുക്ക് ആ വിഷയം എന്താണെന്നൊന്ന് അറിയാൻ പറ്റില്ല. ഓരോ അധ്യായത്തിലെ കഥകൾ പറഞ്ഞാൽ പിന്നെ അടുത്ത അത് കൂട്ടിച്ചേർക്കേണ്ടുന്നത് വരുമ്പോൾ അധ്യായത്തിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് പാരായണം ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ അർച്ചനയ്ക്കൊക്കെ പ്രസാദം കൊടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അർച്ചനയും കൂടെ കഴിച്ചതിൻ്റെ പ്രസാദവും കൂടി വാങ്ങണം എന്നുകൂടി അറിയിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുക്കരേ കങ്കണോ സർവാംഗേ കരിചന്ദനം സുലളിതം കണ്ഠേജമുക്താവലീ ഗോപസ്ത്രീ പരിവേഷ്ടിതോ ഭഗവതേ വാസുദേവായ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് പോകുവാൻ ഭഗവാൻ തയ്യാറാകുമ്പോൾ ദ്വാരകയിലുള്ള ശ്രേഷ്ഠരായ ആളുകളോടെല്ലാം യാത്ര പറയണം. അങ്ങനെ യാത്ര പറയുവാനായിട്ട് കുന്തിദേവിയുടെ സമീപത്ത് ചെല്ലുമ്പോൾ കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ഇപ്പോൾ വായിച്ചത്. അതിനുശേഷം ഇനി അവിടെ ശ്രേഷ്ഠനായിട്ടുള്ളത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത് അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനുണ്ട്. അങ്ങനെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന് സായുജ്യം കൊടുക്കണം, മോക്ഷം കൊടുക്കണം. അതിന് ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് തന്നെ ഈ ഭീഷ്മർക്ക് ശരീരം ഉപേക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽക്ക് സമീപത്ത് തന്നെയുള്ള ഒരു സരസിൻ്റെ സമീപത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ സമീപത്തേക്ക് ചെല്ലുന്നതും കയറി വരുന്ന ഭഗവാനെ കണ്ടപ്പോൾ ആദ്യം ചെയ്തത് വളരെ പ്രസിദ്ധമായ ഒരു സ്തോത്രമാണ്. അതാണ് നമ്മൾ രാവിലെ ചൊല്ലിയത്. ഏത്? വിഷ്ണു സഹസ്രനാമം. ഭീഷ്മർ അവിടെ വെച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് സ്തുതിച്ച സ്തുതിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാന്റെ ഓരോരോ ലീലകളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോൾ ആ സ്മൃതിപഥത്തിൽ ഇരിക്കുന്ന ആ വരുന്ന ഓർമ്മകളെ വെച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് അടുത്തത്. ഭീഷ്മ സ്തുതി. ഭാഗവതത്തിലെ പ്രസിദ്ധമായ 2 സ്തുതികളാണ് കുന്തി സ്തുതിയും അതേപോലെ തന്നെ ഭീഷ്മസ്തുതിയും. ആ ഭീഷ്മസ്തുതിയാണ് ഇനി ഈ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഗീതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിര രാജ്യ പ്രലംബോ നാമ നവമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതിനുശേഷം ഭഗവാൻ പിന്നെയും കുറേ നാളുകൾ, മാസങ്ങളോളം ആ ഹസ്തിനാപുരിയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭഗവാൻ കുറേ നാളുകളായി യുദ്ധത്തിനായിട്ട് വന്നതാണ്. ഇനിയും ദ്വാരകയിലേക്ക് തിരികെ പോകണം എന്ന് വെച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരികെ പോകുന്ന ഭാഗമാണ് വായിക്കുന്നത്. അതുകൂടെ വായിച്ചിട്ട് നമ്മൾ സമർപ്പിക്കും. എന്നിട്ട് പ്രാതലിന് നിർത്തും. അരമണിക്കൂർ കഴിഞ്ഞു വീണ്ടും പാരായണം ആരംഭിക്കും. ഓം നമോ ഭഗവതേ വാസുദേവ. പ്രഥമസ്കന്ധം പൂർണ്ണമായിട്ട് വായിച്ച് ദ്വിതീയ സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത്രയും വായിച്ച ഭാഗങ്ങളിലെ ഓരോ വിഷയങ്ങളായിട്ട് എടുത്തുനിന്ന് നോക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ ഭാഗവത മാഹാത്മ്യം അതിൻ്റെ ആമുഖം മാത്രമേ ഒന്ന് പറയുവാൻ സാധിച്ചുള്ളൂ. അപ്പം ആദ്യമായിട്ട് സപ്താഹം നടക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആ മാഹാത്മ്യ കഥകളോടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് മാഹാത്മ്യത്തിലെ
ആ ഒരു 2 കഥകളും ഒന്ന് ചുരുക്കി പറയുകയാണ്. ഇവിടെ പറഞ്ഞത് ഭാഗവതം പൂർണ്ണമായിട്ടും ഒരാൾ കേൾക്കുന്നതാണ് അയാളുടെ ജീവിതത്തിൻ്റെ സാഫല്യത്തിന് കാരണം. അതിന് ഇന്ന സമയമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഭാഗവതം വായിക്കാം, ഭഗവത് കഥകളെ കേൾക്കാം. പക്ഷേ എങ്കിലും അത് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി 7 ദിവസം ഇരുന്ന് കേൾക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സപ്താഹ ശ്രവണം നടത്തുന്നതാണ്. അതിനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ആ സപ്താഹം എങ്ങനെ ശ്രവിക്കണം, അതിൻ്റെ നിയമങ്ങൾ അതെങ്ങനെയൊക്കെ നടത്തേണ്ടതാണ് എന്ന് സാക്ഷാൽ സനകാദി മഹർഷിമാർ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഇത് കേൾക്കാനെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ശൗനക മഹർഷി ഒരു സംശയം ചോദിച്ചു. ആട്ടെ, ഈ നാരദരും സനകാദികളും തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടാൻ ഇടയായത്? കാരണം സനകാദികൾ എന്ന് പറഞ്ഞാൽ മഹർലോകത്ത് ജീവിക്കുന്നവരാണ്, നാരദര് ദേവലോകത്തുമുള്ളവരാണ്. അവർ കണ്ടുമുട്ടണമെങ്കിൽ ഭൂമിയിലെത്തിയിട്ടായിരിക്കും കണ്ടുമുട്ടിയത്. അങ്ങനെയാണെങ്കിൽ നാരദരും സനകാദികളും തമ്മിലുള്ള ഈ കണ്ടുമുട്ടൽ എവിടെ വെച്ച് നടന്നു? എവിടെ വെച്ചാണ് ഇവർ തമ്മിൽ സംവാദമുണ്ടായത്? അപ്പോഴാണ് പറഞ്ഞത്, ഒരിക്കൽ സനകാദി മഹർഷിമാർ ഭൂമിയിലേക്ക് വരികയാണ്. അവരിവിടെ പറയുന്നത്, ഏകദാഹി വിശാലായാം ചത്വാര ഋഷയോമലാഹ സത്സംഗാർത്ഥം സമായാത ദദൃശുസ്തത്ര നാരദം. ഏകദാ വിശാലായാം, വിശാല എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ എന്നാണ്. ആ ഹരിദ്വാറിൽ ധാരാളം കൂടി ഒരു സത്സംഗം നടക്കുകയാണ്. ആ സത്സംഗത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സനകാദി മഹർഷിമാര് എവിടെ എത്തുന്നത്? ഈ ഹരിദ്വാറിൽ എത്തി. അവിടെ വെച്ചാണ് ആരെ കണ്ടത്? നാരദ മഹർഷി. ദദൃശ്യഹു തത്ര നാരദം. അവിടെ വെച്ച് ആരെ കണ്ടു? നാരദ മഹർഷിയെ കണ്ടു. അപ്പോഴാണ് ഈ നാരദ മഹർഷിയെ കണ്ടപ്പോൾ ഈ സനകാദികൾക്ക് തോന്നി ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം മുഖം നോക്കിയപ്പോൾ മനസ്സിലായി എന്തോ ദുഃഖത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ചൊല്ലില്ലേ, മുഖം എന്തിൻ്റെ കണ്ണാടിയാണ്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും നമ്മുടെ ഉള്ളിലിരിപ്പ് മറ്റവർക്ക്. അതുകൊണ്ട് എപ്പോഴും എങ്ങനെ ഇരിക്കണമെന്നാ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ യാശോ ബുദ്ധി പര്യവതിഷ്ഠതേ നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തി. സാഖ്യയോഗത്തിൽ ഗീതയിൽ പറയും, എപ്പോഴും നമ്മൾ എങ്ങനെ ഇരിക്കണം? നമ്മളിരിക്കുന്ന ഇപ്പം എങ്ങനെയാ നോക്കുക. ഭഗവാന്റെ അവതാരത്തിൽ എവിടെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഭഗവാൻ കരഞ്ഞിട്ടില്ല. പിന്നെ കരഞ്ഞതായിട്ട് നടിച്ചിട്ടേ ഉള്ളൂ. അത് തന്നെ പറഞ്ഞു, രാമപുരത്ത് വാര്യർ പറഞ്ഞു എടുത്ത്. അപ്പൊ കരഞ്ഞിട്ടില്ല. കാരണം കരഞ്ഞു പോയെങ്കിൽ ഭഗവാന്റെ ഈ ഉപദേശം തോറ്റു. കാരണം ഭഗവാന്റെ ജീവിതമാണ് ഭഗവാന്റെ ഉപദേശം, അല്ലാതെ ഉപദേശം കൊടുത്തു പോയ ആളല്ല. പ്രസാദമായിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാൻ ഏത് നേരവും ഇത് കരഞ്ഞുകൊണ്ടിരുന്നാലോ? നേരെ മറിച്ച് അതിന് തൊട്ട് മുമ്പിലത്തെ അവതാരം എങ്ങനായിരുന്നു? രാമാവതാരം സർവ്വസമയം കരച്ചിലായിരുന്നു. അതാണ് ആ അവതാരങ്ങൾ തമ്മിലുള്ള ഭേദം. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. അവിടെ ചോദിച്ചു, കഥം ബ്രഹ്മന്ദീ നമുക കുതശ്ചിന്താതുരോ ഭവാൻ തുരിതം കുതശ്ചാഗമനം തവ. കഥം ബ്രഹ്മൻ ധീരമുഖ, എന്താണോ താൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നെയോ കുതശ്ചിന്താതിരഹ, നീ എന്തോ പ്രശ്നം നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞ ത്വരിതം ഗമ്യതേ കുത്ര. അത് എന്താ ത്വരിതം ഗമ്യത എന്ന് പറഞ്ഞാൽ? ഒരിടത്തിരുന്നാൽ ഉറക്കത്തില്ല, അവിടുന്ന് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്ത് പോകും, അവിടുന്ന് അടുത്ത സ്ഥലത്തോട്. ഇങ്ങനെ ആര് മാറിക്കൊണ്ടിരിക്കുന്നു?
ഈ ആളുമാർ അത് എപ്പോഴാണ് നമുക്ക് മനസ്സ് അസ്വസ്ഥതയാവുമ്പോഴാണ് ഈ പ്രവർത്തികൾ ചെയ്യുക. എന്നിട്ടോ കുതശ്ച ആഗമനം തവ, താൻ എവിടുന്നാ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് തനിക്ക് പറ്റിയത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്നോട് പറയാൻ സനകാദികൾ ആരോട് പറഞ്ഞു? നാരദര്. അപ്പോഴാണ് നാരദര് പറഞ്ഞത്, അല്ലയോ ഭഗവാനെ, ഞാന് ദേവലോകത്ത് കഴിഞ്ഞയാളാ, പക്ഷെ ഒരിക്കൽ ഞാൻ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ വന്നത്? സർവോത്തമാമിതി അയന്തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? ഭൂമിയാണ് എന്ന് കരുതിക്കൊണ്ടിട്ട് ഭൂമി ഒന്ന് കാണാം എന്ന് വെച്ച് ഭൂമിയിലേക്ക് വന്നു. എന്നിട്ടോ ഭൂമിയിലെ തീർത്ഥഘട്ടങ്ങൾ എന്ന് പറയുന്ന സകല സ്ഥലത്തും ഞാൻ പോയി. ഇവിടെ ലിസ്റ്റ് പറയാണ്. എത്ര 5000 വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിൽ ഭാരതത്തിലെ ഇപ്പോഴുള്ള സ്ഥലങ്ങളുടെ എല്ലാം പേര് പറയുക. പുഷ്കരം ജ പ്രയാഗം ജ കാശീം ഗോദാവരീം തഥാ. മനസ്സിലാകുന്നല്ലോ എവിടേക്കാ പോയത്? പുഷ്കരത്തിൽ പോയി, കാശിയിൽ പോയി, പ്രയാഗിൽ പോയി. ഇപ്പൊ നടന്നില്ലേ? അപ്പൊ പണ്ടേ ഇത് എഴുതി വെച്ചതാ. പ്രയാഗ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. പ്രയാഗത്തിൽ പോയി, പിന്നെ അതാണ് കാശിയിൽ പോയി, ഗോദാവരിയിൽ പോയി, ഹരിക്ഷേത്രം, ഹരിദ്വാർ, കുരുക്ഷേത്രം, കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലം, ശ്രീരംഗം ഇവിടെ അടുത്ത്, പിന്നെയോ സേതുബന്ധനം. ഏതാ സേതുബന്ധനം? രാമേശ്വരം. പിന്നെയോ ഏവമാദീഷ് തീർത്ഥേഷു ബ്രഹ്മമാണ് ഇതസ്ഥത. എല്ലായിടത്തും പോയി. ഒരിടത്തും ഞാൻ പോയിട്ട് ഉറച്ചിരുന്നില്ല. ഒരിടത്ത് പോവും, അവിടെ നിന്ന് അടുത്ത സ്ഥലം പോവും. പക്ഷെ എന്തുകൊണ്ട് ഉറച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. നാ അവശ്യം കുത്രജിത് ശർമ്മ മനസ്സന്തോഷഹേതുകം. എന്തുകൊണ്ട് അവിടെയൊക്കെ ഇട്ടുപോയത്? ഒരൊറ്റ സ്ഥലത്ത് എന്നിട്ടും എന്തുണ്ടായില്ല? മനസ്സന്തോഷം. എന്താ കാര്യം? സകല സ്ഥലവും തട്ടിപ്പും വെട്ടിപ്പുമാണ്, ബിസിനസ് കേന്ദ്രങ്ങളാണെന്ന് പണ്ടേ പറഞ്ഞു വെച്ചു. പിന്നെയോ ഞാൻ പറയുന്നതല്ല, ഭാഗവതം പറയുന്ന എന്താണ്? കാരണം എന്താണ്? കലിന അധർമ്മ മിത്രേണ ധരേയം ബാധിതാധുന. കലി എന്ന അധർമ്മത്തോടു കൂടിയാണ് സകല പുണ്യതീർത്ഥഘട്ടങ്ങളും എന്തായി കൂടിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ഭൂമി മുഴുവൻ അങ്ങനെ ആയിത്തീർന്നു. എന്തൊക്കെയാ കുഴപ്പം? സത്യം നാസ്തി. ഇവിടെ ഭൂമിയിൽ എന്തില്ല? സത്യം ഉണ്ടോ? ഇപ്പൊ ഒട്ടുമില്ല. പണ്ട് അതുപോലെ തന്നെയായിരുന്നു. സത്യം നാസ്തി തപഹ. എന്താ തപസ്? തപസ്സില്ല എന്ന് പറഞ്ഞ നമുക്കറിയാവുന്ന തപസ് ഏതാ? ടി വിയിൽ ഏഷ്യാനെറ്റിൽ കാണാൻ മേലെ കവട്ടക്കമ്പം വെച്ച് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതിനാണോ തപസ്? അതൊന്നും തപസ്സല്ല. തപസ്സെന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാ. തപസ്സില്ല. പിന്നെയോ ശൗചം, ശുചിത്വമില്ല. അത് പിന്നെ പറയണ്ടല്ലോ. എല്ലാ വഴിയെ കൂടെ ഒക്കെ പോകുമ്പം ഹരിത കേരളം അല്ലാത്ത കേരളമൊക്കെ ഇപ്പൊ നടത്തുമല്ലേ? എന്തുകൊണ്ടാ? ഒരു വഴിയെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെയോ ദയാദാനം. മറ്റൊരു ജീവിയോട്, സ്വന്തം അമ്മയോട്. കഴിഞ്ഞ ദിവസമല്ലേ 5 എണ്ണത്തിനെ തല്ലിക്കൊന്ന ഒരുത്തൻ. സ്വന്തം രക്തത്തോട് പോലും ദയയില്ല, ദാനമെന്ന് പറയുന്നതില്ല. പിന്നെയോ ജീവിക്കുന്നവർ മുഴുവൻ എന്ത് കാര്യത്തിനാണ് വേണ്ടി ജീവിക്കുന്നത്? ആരോട് ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഏതാ? ഒരു ചാൻ വയറ്. ഉദരം ഭരിണോജേന. എല്ലാരും എങ്ങനെയാ നടക്കുന്നത്? ഉദരം ഭരി, വയറ് നിറയ്ക്കണം എന്നൊരൊറ്റ ആഗ്രഹം. എന്നിട്ടോ ആരെ പോലെയാ നടക്കുന്നത്? ഈ വയറ് കൂടിയോണ്ടുള്ള കുഴപ്പം എന്താ? വരാക, പന്നിയെ പോലാന്ന്. പന്നി എങ്ങനെയാ നടക്കുന്നത്? ഈ വയറിന്റെ ഭാരം കാരണം പന്നി ഒരിക്കലും തല പൊക്കുമല്ലോ, ഇങ്ങനെ നടക്കും. നമ്മളിപ്പോ ഏതുപോലെയാന്നാ പറഞ്ഞത്? വയറ് കൂടിയുണ്ട്, തലകുനിച്ച് നേരെ നടക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതെ. കൂടഭാഷിണ. പിന്നെ വേറെ സ്വഭാവം കൂടെ പറഞ്ഞു. നമ്മുടെ കൂടെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കൂടെന്ന് പറഞ്ഞാലും കരിങ്കല്ല് തല്ലി പൊട്ടിക്കുന്ന വലിയ ചുറ്റിയേക്ക് പറയുന്ന പേര് തന്നെയാ കൂടം. അവന്റെ ആ ഒരൊറ്റ പറച്ചില് മതി കരിങ്കല്ല് പോലും പിളരുന്ന തരത്തിലുള്ള വാക്കുകളാണ് കൂടഭാഷിണ എല്ലാവരും. പിന്നെയോ മന്ദാക സുമന്ദ. എല്ലാവരും മന്ദബുദ്ധികളെ പോലെ പാകുന്നു. പിന്നെയോ പാഖണ്ഡ നിരതാക. എല്ലാവരും യുക്തിവാദം പറയുന്നവരാണ്. പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ എത്തിസ്റ്റ്, യുക്തിവാദികൾ. പക്ഷേ യുക്തിവാദം ഏതിൽ മാത്രമേ ഉള്ളൂ? ഇപ്പോ വന്ന് ഏത് മതത്തിന്റെ കാര്യങ്ങൾക്ക് യുക്തിവാദം ഉള്ളൂ? അത് നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ? സനാതനമായ ഹിന്ദുമതത്തിന്റെ കാര്യങ്ങളെല്ലാം മിത്തുകളും യുക്തിവാദങ്ങളുമായപ്പോൾ ബാക്കിയെല്ലാം കൃത്യമാണെന്നാ പറയുന്നത്. അത് കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആളുകളുടെ സ്വഭാവം അതാന്ന് പണ്ടേ ആര് പറഞ്ഞു? വ്യാസൻ പറഞ്ഞിട്ടുള്ള അങ്ങനെ വരൂ. പാഖണ്ഡ നിരത സന്ത. പിന്നെയോ സന്താഹ വിരക്താഹ
സപരിഗ്രഹാഹ. അതാ പറഞ്ഞ് സജ്ജനങ്ങളെന്ന് പറയുന്നവർ പോലും ഇപ്പോൾ ആരായിട്ട് നടക്കുക? പാഖണ്ഡന്മാരെ പോലെയാ പറയുന്നത്. ഇത്രയും കാലം ഗീതയെ വ്യാഖ്യാനിച്ച് ഗീത കൊണ്ടും ഭാഗവതം കൊണ്ടും നാരായണീയം കൊണ്ടും ജീവിച്ച സ്വാമി ഇപ്പൊ പറയുന്നത് നാരായണീയത്തിന് പോകരുതെന്നാ. എങ്ങനുണ്ട്? ശരിയാണോ? ഇവിടെ ഞാനും പോയിട്ടുണ്ട് കേൾക്കാൻ. ഇപ്പൊ അങ്ങേര് പറയുന്നത് അതിനകത്ത് ഭഗവത്ഗീതയിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്നാ ഈ വിഡ്ഢിയാൻ പറയുന്നത്. ആദ്യം പോയി സംസ്കൃതം പഠിച്ചിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. ഗീതയിൽ തസ്മാത് യുദ്ധസ്വ ഭാരത എന്ന യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ ആരോട് പറയാ? അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ യുദ്ധം നടന്നോ ഇല്ലയോ? അപ്പൊ അന്നേരം കാണുന്നവനെ അതാ ഏർപ്പാട്. അതുകൊണ്ടാ പറഞ്ഞത് പാഖണ്ഡ നിരതാഹ സന്തഹ. ഇവരെയൊക്കെ കണ്ടോണ്ടായിരിക്കും എഴുതിയത്. പിന്നെയോ പാഖണ്ഡ നിരതാസന്ത വിരക്താഹ സപരിഗ്രഹാക. വിരക്തന്മാരെന്ന് കഴിയും വീടും കൂടിയൊന്നും വേണ്ടാന്ന് പറിച്ച് നടക്കുന്നവന്മാരാണെങ്കിലും ഒതുക്കത്തിൽ കുടുംബമായിട്ട് ഏതെങ്കിലും ഒരിടത്ത് താമസമായിരിക്കും. ഏതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഗോഡ് ഫാദറിനകത്ത് ഒരു ആഞ്ജനേയനെ വിളിച്ചുകൊണ്ട് ഇന്നസെന്റ് പോകുന്ന ഒരു കഥാപാത്രം ഇല്ലേ? ഇങ്ങനെയായിരുന്നു എന്ന്. പിന്നെയോ തരുണി പ്രബുധാഗേഹേ. അത് കറക്റ്റാ. ഇപ്പോൾ ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാ വീടിന്റെയും നായകത്വം ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, അയലോക്കത്തെ ഒന്നും പറയണ്ട. വീട് നിയന്ത്രിക്കുന്നത് ആരാ? തരുണി പ്രഭുത ഗേഹേ. ഇനിയും ഈ വീട്ടിൽ നീ ഇങ്ങനെ തന്നെ ജീവിക്കാവുള്ള നീ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ശ്യാലകോ ബുദ്ധിദായക. അളിയച്ചാര്, അതായത് ഈ പെൺകുട്ടിയുടെ ആങ്ങളെ പറഞ്ഞു വിടും, എടി അവിടെ ചെന്ന് അമ്മായിയമ്മയും അയാളെയും വരച്ച വരെ. ശ്യാലകോ ബുദ്ധിദായക കന്യാവിക്രയിണോ ജീവ. പണ്ടൊക്കെ കന്യാദാനമായിരുന്നു. ഇപ്പോഴോ വിവാഹം. വിവാഹത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങേതാ? ആർക്കെങ്കിലും പറയാവോ? വിവാഹത്തിൽ ഏറ്റവും പ്രധാന ചടങ്ങ് ഈ തകിലൊക്കെ നാസരൊക്കെ അങ്ങോട്ട് അട്ടിച്ച് അത് ശരിയാ. അത് താലി കെട്ടുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാന ചടങ്ങ്. അത് നാസറക്കാരനും തകിലുകാരനും സന്തോഷം കൊണ്ട് അടിച്ചു കൂട്ടുക. എന്നാന്നറിയോ? എൻ്റെ അനുഭവം ഇവനും വരട്ടെന്നും വെച്ച്. മനസ്സിലായോ? അതല്ല പ്രധാന ചടങ്ങ്. കന്യാദാനമാ. അവസാനം ഒരു വെറ്റില വെച്ച് പെൺകുട്ടിയുടെ അതാ പ്രധാനം, കന്യാദാനം. അന്ന് കന്യാദാനമായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണ ഗൃഹങ്ങളില് പണ്ട്, ഇപ്പോഴെന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് താലി കെട്ടി കൊടുക്കുക. ആര്? നമ്മൾ ചില ആൾക്കാർ അതിനെ വിമർശിച്ചു. അല്ല, അവരെ സംബന്ധിച്ച് ഏതാണ് പ്രധാനം? കന്യാദാനമാണ്. താലി കെട്ടിച്ച് അച്ഛൻ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പ്രധാന ചടങ്ങ് ഏതാ? ഈ കന്യാദാനം. പക്ഷെ അത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് അയ്യോ അത് തെറ്റാണെന്ന് വ്യാഖ്യാനിച്ച് നടന്നു. പക്ഷെ അവര് മാറി. എന്താണ് ഉറപ്പില്ലാത്തതുകൊണ്ട് പിന്നെന്ത് ചെയ്തു? ഇങ്ങനെ ശരി. പക്ഷെ എന്ത് ചെയ്യാനാ? കാലത്തിനനുസരിച്ച് പോണമല്ലോ എന്ന് വെച്ചാൽ അവരും അങ്ങനായി. അപ്പൊ എന്താണ്? കന്യാവിക്രയിണോ ലോഭാത്. ലോഭം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കന്യയ്ക്കല്ല പ്രാധാന്യം, കൊടുക്കുന്ന സ്വർണത്തിനാണ്. അതുകൊണ്ട് കന്യാദാനം എന്നുള്ളത് മാനി കച്ചവടമായി മാറി. പിന്നെയോ സകല വീടുകളിലും എന്താ കുഴപ്പം? ദമ്പതീനാഞ്ച കൽക്കനം. ഏത് വീട്ടിൽ നോക്കിയാലും ഭാര്യയും ഭർത്താവും ഏതു നേരവും അടിയ. ഏറ്റുമാനൂർ കുടുംബ കോടതി ചെന്നാൽ കാണാം എത്ര എണ്ണ വന്ന് നിൽക്കുന്നതെന്ന് ഇല്ലേ? ദമ്പതീനാഞ്ച കൽക്കനം. ആശ്രമ യവനേകി. സകല ആശ്രമങ്ങളും യവനന്മാരാൽ നിയന്ത്രണമായി. എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവർ. അതേപോലെ തന്നെ രുദ്ധ തീർത്ഥാനി സരിതസ്തത ദേവതായതനാന്യത്ര ദുഷ്ടേർ നഷ്ടാനി ഭൂരിശ. സകല ക്ഷേത്രങ്ങളും ആരെ കൊണ്ട്? വിശ്വാസമില്ലാത്തവന്മാർ കയറി ഭരിക്കാൻ തുടങ്ങി. പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഞാൻ കാര്യം പറയുന്നില്ല, പറഞ്ഞാൽ പറയാം ഞാൻ ഏതെങ്കിലും പക്ഷം പറയും. വേണ്ട, പക്ഷം പറയുന്നില്ല. പത്രത്തിൽ വായിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നടക്കേണ്ടതല്ലിപ്പോൾ നടത്തുന്നത്. പറഞ്ഞത് ദുഷ്ടൈർ നഷ്ടാനി ഭൂരിശ. പിന്നെയോ നയോഗി നൈവ സിദ്ധോവാ നജ്ഞാനി സത്ക്രിയോ നര. ഒരു സിദ്ധനെ കാണാനില്ല, ഒരു യോഗിയെ കാണാനില്ല. പിന്നെയോ സത്ക്രിയോ നരക. സൽക്കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനെയും കാണാനില്ല. കാരണം എന്താ? കലിതാവാനലേനാദ്യ. കലിയുടെ
ആ അഗ്നിയുടെ ഹസ്തങ്ങൾ പിടിച്ചിട്ട് എന്താണ് സാധനം ഭസ്മദാംഗതം സകലതും നശിപ്പിക്കുന്ന അവസ്ഥയിലാക്കി. അട്ടശൂല ജനപദാഹ, പണ്ട് ഭക്ഷണം ദാനം ചെയ്യുന്നതായിരുന്നു, ഇപ്പോൾ ഇത് ഒന്നാം തരം കച്ചവട സാധനമായി. ഏറ്റവും കൂടുതൽ MC റോഡിൽ പോകുമ്പോൾ കൂടുതലുള്ളത് തുണിക്കടയാണോ ഹോട്ടലുകളാണോ? ഹോട്ടലുകളാണ്. കാരണം എന്താ? ഭക്ഷണം കച്ചവടത്തിനുള്ളതാക്കി മാറ്റി. ശിവശൂലാദ്വിജാതയ, അതേപോലെ തന്നെ ദ്വിജാതികളും ശിവശൂലന്മാരായി. പിന്നെയോ കാമിന്യ കേശശൂലിന്യ, അതും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം, ഇന്നലെ സാറ് പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഏതിന്റെ മുമ്പിലാണ് സമയം ചെലവഴിക്കുന്നത്? TV ഒന്നുമല്ല, കണ്ണാടിയുടെ മുമ്പിൽ. അതാണ് കേശശൂലിന്യക. കേശശൂലിന്യക സംഭവന്തികളോയ ഏവം പശ്യൻ കലേർദോഷാൻ പര്യടൻ നവനീമഹം. ഇങ്ങനെ കലിയുഗത്തിലെ ഈ ദുരിതങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് യാമുനം തടം ആപന്നഹ, ഞാൻ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് പോകുന്ന വഴിക്ക് യമുനാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ആരാ പറയുന്നത്? നാരദര്. ആരോട് പറയുന്നു? സനകാദികൾ. അവിടെ ചെന്നപ്പോഴോ കണ്ട കാഴ്ച വൃദ്ധൗ ദൗപതിദൗ തത്ര, രണ്ട് വൃദ്ധന്മാര് ഒരു സ്ഥലത്ത് കിടക്കുന്നു. പിന്നെയോ പാർശ്വൗ നിശ്വസന്തൗ അചേതനൗ, അതുപോലെ തന്നെ അവിടെ ഒരു ഏകാതു തരുണീ തത്ര, ഒരു പെൺകുട്ടി, യൗവനയുക്തിയായ തരുണി എന്ന് പറഞ്ഞാൽ യൗവനയുക്തവളാണ്, യുവതി എന്ന ഒരു യുവതിയുമുണ്ട്. ആ യുവതിയുടെ സമീപത്ത് രണ്ട് വൃദ്ധന്മാരായ ആളുകൾ കിടപ്പുണ്ട്. അവർക്കുള്ള കുഴപ്പം എന്താണ്? അവിടെ പറയുന്നുണ്ട്, എന്താണ്? നിശ്വസന്തൗ അചേതനൗ, അവര് ശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ചേതനയില്ല. അനങ്ങാൻ അങ്ങനെ കിടക്കുന്ന അവസ്ഥയില്ലേ, ശ്വാസഗതി മാത്രമേ ഉള്ളൂ, ചലിക്കാൻ പറ്റുന്നില്ല. എന്താണോ? ശുശ്രൂഷന്തി പ്രബോധന്തി രുദതീജതയോ പുരക, അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ അവരെ സേവിച്ചുകൊണ്ട് വേറെ കുറെ സ്ത്രീകളും നിപ്പുണ്ട്. എന്താണ്? അപ്പോഴാണ് ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജംബവോ, അപ്പോഴാണ് ഈ പെൺകുട്ടി ഇവരെ രണ്ടുപേരെയും രക്ഷിക്കാൻ ആരെയും കിട്ടുമോ എന്ന് വെച്ച് വലിയ ആകാംക്ഷയോട് 10 ദിക്കിലേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ദൃഷ്ട്വാ ദൂരാദ്ഗതം സോകം, അപ്പോഴാണ് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരെ കാണുന്നത്? ഞാൻ അവിടെ നിന്ന് വരുന്ന വളരെ ദൂരെ നിന്ന് അവൾ എന്നെ കണ്ടു. ഉടൻ തന്നെ എന്നെ കണ്ട് അവള് മാം ദൃഷ്ട്വാജോത്ഥിതാ ബാല, എന്നെ കണ്ടിട്ട് ഈ പെൺകുട്ടി അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് അബ്രവീദ്വജഹ, ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലയോ മഹർഷി, ഞാൻ എല്ലാ ശ്ലോകമൊന്നും ചൊല്ലുന്നില്ല, പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. എന്താണ്? അങ്ങ് അവിടെ നിന്നാട്ടെ, എന്റെ ദുഃഖത്തെ ഇല്ലാതാക്കി തരണം. കാരണം എന്താണ്? ദർശനം തവലോകസ്യ, അങ്ങയെ ഒരാൾ കണ്ടാൽ തന്നെ അവരുടെ സർവതാ അഗഹരം പരം, അവരുടെ എല്ലാ പാപങ്ങളും അപ്പോൾ തന്നെ ആരെ കാണുന്നത് കൂടി? നാരദരെ അങ്ങേ കാണുമ്പോൾ നശിക്കുക തന്നെ ചെയ്യുന്നു. കാരണമാണ് ബഹുദാതവവാക്യേന, അങ്ങയുടെ വാക്കുകൾ കൊണ്ട് ദുഃഖശാന്തി ഭവിഷ്യതി, എല്ലാ തരത്തിലുമുള്ള ദുഃഖങ്ങളും അപ്പോൾ തന്നെ ഇല്ലാതാകുന്ന വാക്കുകളാണ് അങ്ങയുടെ. അതുകൊണ്ട് എന്താണ്? യഥാ ഭവേ ഭൂരിഭാഗ്യം, എപ്പോഴാണ് ഒരു ജന്മത്തില് ഏറ്റവും കൂടുതൽ ഭാഗ്യം അങ്ങേ തലയ്ക്കൽ നിൽക്കുന്നത്, അപ്പോൾ മാത്രമേ ഭവതഹ ദർശനം, അങ്ങേ പോലെയുള്ള ആളുകളെ ദർശിക്കാൻ സാധിക്കുന്നത് എപ്പോഴാ? ഒരു ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഭാഗ്യം ഉടലെടുക്കുന്ന സമയത്ത് മാത്രമേ അങ്ങേ പോലെ ഉള്ള ദർശനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ ദുഃഖത്തെ ശമിപ്പിച്ചു തരണം. അപ്പൊ സ്വാഭാവികമായിട്ട് നാരദർ ചോദിച്ചു, അട്ടെ നീ ആരാണ്? കാ സിത്വം, നീ ആരാണ്? കാ വിമൗ, ഇവർ രണ്ടുപേരും താഴെ കിടക്കുന്ന വൃദ്ധന്മാരാരാണ്? കാഹ പത്മലോചനാഹ, നിന്റെ ചുറ്റും നിൽക്കുന്ന ഈ സ്ത്രീകള് ആരൊക്കെയാണ്? വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം, അതുകൊണ്ട് ഹേ യുവതി, നിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞു തന്നാലും. അപ്പൊ പിന്നെ തന്റെ പാസ്റ്റ് എന്താന്ന് ആര് പറയണം? ഈ പെൺകുട്ടി പറയണം. അപ്പൊ പറയാണ്, അഹം ഭക്തി രിതിഖ്യാത, എൻ്റെ പേര് ഭക്തി എന്ന് അറിയപ്പെട്ടവളാണ്. ഇമേ മേതനയൗമതോ, ഈ രണ്ടുപേരും പ്രായമായൊരു കിടപ്പില്ലേ, ഇതുവർ രണ്ടുപേരും ആരാ? എൻ്റെ 2 മക്കളാണ്. ഇവരുടെ പേരെന്താണ്? ജ്ഞാന വൈരാഗ്യനാമാനോ, ഒരുത്തന്റെ പേര് ജ്ഞാനം, മറ്റേ ആളിന്റെ പേര് വൈരാഗ്യമെന്നുമാണ്. കാലയോഗേന ജർജരോ, കാലത്തിന്റെ യോഗം കൊണ്ട് ഇവരാരായി? ജരാനരകൾ ബാധിച്ചവരായി. അപ്പൊ കാലമാണ് ആരെ യോജിപ്പിക്കുന്നത് നമ്മുടെ കൂടെ? ഈ ജർജരം, അതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് ഏത്?
ഇതും അറിയില്ല. ഇത് പതുക്കെ വെളുക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. ഗോദ്രേജ് മേടിക്കും, പുരട്ടും. അപ്പൊ കാലയോഗേന ജർജരവും. പിന്നെയോ ഇനിയും ഇവിടെ നിൽക്കുന്ന ഈ സ്ത്രീകളെ ചോദിച്ചില്ലേ, അവരാരാണ്? ഗംഗാദ്യ സരിതശ്ച ഇമാഹ. ഇവരെല്ലാവരും ഗംഗ, യമുന തുടങ്ങിയ ശ്രേഷ്ഠ നദികളെല്ലാം ദേവീ രൂപങ്ങളായിട്ട്, മൂർത്തി രൂപങ്ങളായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്തിനാ? മത്സേവാർത്ഥം, എന്നെ സഹായിക്കാൻ. ഞാനിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഇവരൊക്കെ സഹായിക്കാനുണ്ടെങ്കിലും എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. എൻ്റെ ദുഃഖത്തിന് എന്താണ്? യാതൊരു ശ്രേഷ്ഠവും ഉണ്ടായില്ല. എന്നിട്ട് പറയാണ്, അങ്ങേക്കറിയാമോ, ഉൽപ്പന്ന ദ്രവിഡെ, ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്താണ്. ഏതാ ദ്രാവിഡ ദേശം? നമ്മുടെ ഈ ഉടുപ്പി, മൂകാംബിക, ഈ ഏരിയ, കാസർഗോഡ് ഭാഗമാണ് ഏത്? ദ്രാവിഡ ദേശം. തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം. അപ്പൊ ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്താണ്. വൃദ്ധിം കർണാടകയെ, ഞാൻ വളർന്നത് എവിടാ? കർണാടകത്തിൽ. ഇപ്പോഴും ഇല്ലേ ആ സ്റ്റേറ്റ്? 5000 വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിൽ സ്റ്റേറ്റുകളെ പറ്റി പറയുക. വൃദ്ധിം കർണാടകയെ, കർണാടകത്തിലാണ് ഞാൻ വളർന്നത്. പിന്നെയോ കൊച്ചിത് മഹാരാഷ്ട്രയെ, ഇടയ്ക്ക് ഞാൻ എവിടോട്ട് പോയി? മഹാരാഷ്ട്രയിലേക്ക് പോയി. പിന്നെയോ അവിടെ നിന്ന് നേരെ ഗുജറാത്തിലേക്ക് പോയി. മഹാരാഷ്ട്രയുടെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് അല്ലേ? ഒന്നാം തരം എന്താ പറയാ, ഭാരതത്തിന്റെ ഭൂപടമാ കാണിച്ചു തന്നിരുന്നത്. അവിടെ നിന്ന് ഞാൻ ഗുജറാത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് കുഴപ്പമുണ്ടായത്. ഞങ്ങൾ 3 പേരും എന്താണ്? വൃദ്ധന്മാരായി. ഞാൻ വൃദ്ധയും എൻ്റെ മക്കള് വൃദ്ധന്മാരും ആയിത്തീർന്നു. എന്താണ്? എന്തുകൊണ്ടാണ്? തത്ര ഘോര കലേർ സമ്പാദ്. അവിടെ വെച്ചാണ് കലിയുമായിട്ട് ഞങ്ങൾക്ക് സമ്പർക്കമുണ്ടായി. അങ്ങനെ ഞങ്ങള് എന്താണ്? 3 പേരും ആരായി മാറി? വാർദ്ധക്യദശയിലേക്ക് എത്തിയവരായി. അപ്പോ ദുർബലയായി തീർന്നു. അങ്ങനെയായി ഞങ്ങൾ വളരെ വിഷമിച്ചിട്ട് പിന്നെ അവിടെ നിന്നും നേരെ എങ്ങോട്ട് പോയി? പുത്രാഭ്യാം സഹ, 2 മക്കളോടുമൊപ്പം ഞാൻ നേരെ വൃന്ദാവനം പുനഃ. അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോയി? ഗുജറാത്തിൽ നിന്ന്. വൃന്ദാവനം എവിടാ? ഏത് സ്റ്റേറ്റാ? UP. നോയിക്കേ, അടുത്ത. അവിടെ നിന്ന് ഞങ്ങൾ പോയത് എങ്ങോട്ടാ? ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിലേക്ക്. വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ ഉള്ള കുഴപ്പം എന്തായിരുന്നു? ഞാൻ യുവതിയായി, എൻ്റെ മക്കള് പഴയതുപോലെ തന്നെ ആരാ? വാർദ്ധക്യദശയിലാണ്. പിന്നെയോ അങ്ങനെയുള്ള ആ മക്കളാണ് എൻ്റെ അടുത്തേക്ക് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങ് അമ്മ സുന്ദരിയായ യുവതി, മക്കൾ 2 പേരും വൃദ്ധ അല്ലെങ്കിൽ വാർദ്ധക്യത. ഏതൊരമ്മയ്ക്കാ സഹിക്കുന്നത്? പറ്റുമോ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് മക്കളെക്കായിൽ മിനിങ്ങി പടക്കുന്ന ആരാ? അല്ലേ? ഗംഭീരമായിട്ട് നടക്കുന്നത് അമ്മമാർ. അപ്പൊ പിന്നെ ആ മക്കള് വാർദ്ധക്യദശയിലും ഈ 2 മക്കളെയും കൈ പിടിച്ചുകൊണ്ട് അമ്മ എന്താണ് ഡയ്യും ഒക്കെ പുരട്ടിയിട്ട് പോയിട്ട് വല്ല മക്കൾ 2 പേരും നരച്ച് കുറച്ചിരിക്കുക, അമ്മ പിടിച്ചോണ്ട് പോവുക. സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് എൻ്റെ ദുഃഖം. അതുകൊണ്ട് ഏത് വിധേനയും എൻ്റെ ഈ 2 സന്താനങ്ങളെ ആരാക്കി തരണം? പഴയതുപോലെ നവയൗവനയുക്തകളാക്കി, യുക്തന്മാരാക്കി തരണം. അത്രയുള്ള കാര്യം നാരദ് പറഞ്ഞ് ഞാൻ ഏറ്റു. അതിപ്പോ എൻ്റെ ചെറിയ ഞൊടുക്ക് വിദ്യകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാരദര് തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാരദ ഭക്തിസൂത്രം അങ്ങോട്ട് ചൊല്ലിക്കേൽപ്പിച്ചു. അനക്കമില്ല. പിന്നെ അതിനേക്കാൾ കൂടിയതെടുത്തു. ഇല്ല, വേദം ചൊല്ലി നടക്കുന്നില്ല. സകല സാധനങ്ങളും അറിയാവുന്ന സ്തോത്രങ്ങളും ഗീതങ്ങളും ഒക്കെ ആര് ചൊല്ലി? എന്തിനാ? ഇവരെ 2 പേരെ ഉണർത്താൻ. അവസാനം തൻ്റെ കയ്യിലുള്ള ആയുധം ഭഗവത്ഗീത തന്നെ ആ 18 അധ്യായം 700-ൽ പരം ആ ശ്ലോകങ്ങൾ അങ്ങോട്ട് ചൊല്ലി അവരൊന്ന് നടുവ് പൊക്കി ധുന്നും പറഞ്ഞ് താഴോട്ടും വീണു. അപ്പൊ മനസ്സിലായി ഇനി ഒരു മാർഗമില്ല. അവിടെ വെച്ച് ഈ ഭക്തി എന്ന മാതാവ്, യൗവനയുക്തയായ മാതാവിനോട് പറഞ്ഞു, എന്നാ നീ ഇതിരുന്നോ, ഞാൻ ഏത് വിധേനയും ഇവരെ 2 പേരെയും യൗവനത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, അതിനുള്ള മാർഗം കണ്ടെത്തി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കാൻ ഒന്ന് മനസ്സ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആ അശരീരി വാക്കുണ്ടായത്, നാരദരെ ആ സൽക്കർമ്മം ചെയ്താൽ മതി. അശരീരിയും തീർന്നു. നാരദരാലോചിച്ചു, ആ സൽക്കർമ്മം ചെയ്താൽ മതി. ഏത് സൽക്കർമ്മമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് തനിക്ക് ബുദ്ധിയിൽ വരുന്നില്ല.
അതുകൊണ്ട് പിന്നെ ഈ സൽക്കർമ്മം എന്താണ് എന്ന് അന്വേഷിച്ച് ആര് പോവാ? വഴിയിൽ കാണുന്ന വേഷം കാവി ഉടുത്ത ആളെ കണ്ട അപ്പോൾ ചോദിക്കും, ആ സൽക്കർമ്മം എന്താണെന്ന് അറിയാവോ? ചിലര് പറയും, നാരദരെ അങ്ങേക്കറിയാത്ത സൽക്കർമ്മം ഞങ്ങൾക്ക് എന്താ അറിയാവുന്നത്? അവസാനം അവർ പറയും, ചിലര് മൂടി മാറും, ഇതിന് ഉത്തരമില്ല. അവസാനം ആളുകള് നാരദരെ കണ്ടാൽ നേരെ നിൽക്കില്ല. കാര്യം എന്താ? ഈ സൽക്കർമ്മത്തെ കുറിച്ച് ചോദിക്കും. അവർക്കൊട്ട് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. അപ്പൊ നാണം കെടുവല്ലേ. അങ്ങനെ വിഷമിച്ചാണ് ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നത്? ഈ ഹരിദ്വാറിൽ വന്നിരിക്കും. അപ്പോഴാണ് സനകാദികളോട് ചോദിച്ചത്, അല്ലയോ മഹർഷേ, നിങ്ങൾക്കറിയാമോ ആ സൽക്കർമ്മം? അതിനാണോ താൻ ഇത്രയും കിടന്ന് വിഷമിച്ചു? എടോ, ആ സൽക്കർമ്മം വേറെ ഒന്നുമല്ല, സാക്ഷാൽ ഭാഗവതം 7 ദിവസമായിട്ടിരുന്ന് കേൾക്കുക. ഇതിനപ്പുറത്തൊരു സൽക്കർമ്മവും വേറെ ഇല്ല. ഓ, സന്തോഷമായി. ഇപ്പൊ ചോദിച്ചത് എങ്ങനെയാ ചെയ്യേണ്ടുന്നത്? വ്യവസ്ഥകളൊക്കെ അവിടെ വെച്ച് ആർക്ക് പറഞ്ഞു കൊടുത്തു? നാരദർക്ക് പറഞ്ഞു കൊടുത്തു. സന്തുഷ്ട ചിത്തനായിട്ട് നേരെ ആ പഴയ സ്ഥലത്തേക്ക് വരണ്ടേ? ആ യുവതിയായ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും എന്ന് പറയുന്ന മക്കളും തളർന്നു കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ആരെത്തുകയാണ്? നാരദരെത്തി. അവിടെ ഇരുന്നു കൊണ്ട് 7 ദിവസങ്ങളിലായിട്ട് ഈ ഭാഗവതം പൂർണ്ണമായിട്ടും വായിച്ചങ്ങോട്ട് കേൾപ്പിച്ചു. 7-ാം ദിവസം ഉച്ചയ്ക്ക് ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭക്തി അതേപോലെ തന്നെ യൗവനയുക്തയായിക്കൊണ്ട് അതോടൊപ്പം തന്നെ വാർദ്ധക്യദശയിൽ കിടന്നിരുന്നതായ ആര് ജ്ഞാനവും വൈരാഗ്യവും ആരായി മാറി? യൗവനത്തിലേക്ക് തിരികെ വന്ന് അവരും യൗവനയുക്തരായി തീർന്ന് അത്യന്തം ആഹ്ലാദത്തോടുകൂടി, പിന്നീട് വർണ്ണിക്കുന്നത് അവരുടെ ഡാൻസും പാട്ടുകളെ കുറിച്ച്. അതിപ്പോ നമുക്കറിയണ്ടല്ലോ. അവരേതായാലും അത്യന്തികം സന്തോഷത്തോടുകൂടി അവിടെ കിടന്നു മറിഞ്ഞ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ കഥ മാഹാത്മ്യം തീരുന്നത്. എന്തിനീ കഥ പറഞ്ഞു? പണ്ട് നാരദര് 2 പിള്ളേരെ ചെറുപ്പത്തിൽ നിന്ന് ചെറുപ്പക്കാരായിരുന്നവർ വാർദ്ധക്യദശയിലായിരുന്നത് കൊണ്ട് അവരെ യൗവനത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് നമുക്ക് പ്രയോജനപ്പെടണം. അതുകൊണ്ട് ഇതെന്താണെന്ന് അറിയണം. ആദ്യമായി ഓർത്തോളുക, ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ആദ്യത്തെ കഥയിലൂടെ പറയുന്നത്. അതായത് ഇവിടെ കഥയിൽ കാണാം ഭക്തി എങ്ങനെയായിരുന്നു, ഏതവസ്ഥയിലായിരുന്നു, ഏത് ദശയിലാ? യൗവന യുവതിയ. ആരാണ് വാർദ്ധക്യത്തിൽ? ജ്ഞാനവും വൈരാഗ്യം. അവരാരാ? മക്കളാ. അപ്പം മക്കൾ 2 പേരും വാർദ്ധക്യത്തിൽ കിടക്കുമ്പോൾ അവർക്ക് ഭക്തി എന്ന യൗവനയുക്തമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ആരെയും കൊണ്ടുവരണം? ഈ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. എന്ത് കേൾക്കാൻ? ഭാഗവതം കേൾക്കാൻ. നിങ്ങൾ എന്തുകൊണ്ടാ വന്നത്? ഇവിടെ വന്നത് മനസ്സിലായില്ല. എന്തുകൊണ്ടാ വന്നത്? ഉച്ചക്ക് ചോറുണ്ടെന്ന് പറഞ്ഞാണോ? ആണോ? ഇതിപ്പം 1-ാം തരാട്ട് ഏത് വീട്ടിലാ? അതാണോ? അല്ല. എന്തോ ശ്രവിക്കാൻ. അതാ ശ്രവിക്കാൻ വന്നത്. എന്തിനാന്നാ ചോദിച്ചത്? എന്തുകൊണ്ട് വന്നു? അവിടെ ഈ അപ്പുറത്തെ വീട്ടിലൊക്കെ ഒത്തിരി പേരുണ്ട്, അവരാരും വന്നില്ലല്ലോ. ഏതാണ്ട് അടുത്ത് വന്നു. ഇതൊന്നുമല്ല, ഭഗവാനോടൽപ്പം എന്തുണ്ട്? സ്നേഹോ, അല്പം ഭക്തിയുണ്ട്. അപ്പോ നിങ്ങളിൽ ഇപ്പോൾ എന്തുണ്ട്? ഭക്തിയുണ്ട്. ഇനി ഭാഗവതം കേട്ടിട്ട് വേണം നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവാൻ? അല്ല. ഭക്തിയുള്ളവരെ എവിടെ വരൂ? ഭാഗവതം കേൾക്കാൻ അല്പമെങ്കിലും മനസ്സിൽ ഭഗവാനോട് ഭക്തിയുള്ളവർ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമ്മളിൽ എന്തുണ്ട്? ഭക്തിയുണ്ട്. ഇനി ഭാഗവതം കേട്ടിട്ട് ഒരു ഭക്തി ഉണ്ടാകാനൊന്നും പോകുന്നില്ല. ഈ ഭക്തി ഉള്ളപ്പോൾ നമ്മുടെ അതിനോട് ചേർന്ന് നിൽക്കുന്ന 2 സന്താനങ്ങൾ, ഒന്ന് ജ്ഞാനവും ഒന്ന് വൈരാഗ്യവും. ഇത് 2 ഇപ്പോഴും നമുക്കില്ല. അത് വാർദ്ധക്യദശയില. ഒരു കുടുംബം പൂർണ്ണമാകണമെങ്കിൽ അമ്മയും മക്കളും ചുറുചുറുക്കോടെ നിന്നെങ്കിലേ
ആ കുടുംബത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാവൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭക്തിയുണ്ട്, പക്ഷേ എനിക്ക് ഈശ്വരനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഇപ്പോഴും ഇല്ല, അതടി കിടക്കുക. അതേപോലെ തന്നെ വൈരാഗ്യം, അതുണ്ട്, അയലോക്കംകാരോട് നന്നായിട്ടുണ്ട്. അതാണോ വൈരാഗ്യം? അല്ല, വിഗതമായ രാഗം അല്ലെങ്കിൽ വിശേഷണയുള്ള രാഗം എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളിൽ നിന്നുമുള്ള വിരക്തി. ഇത് രണ്ടും ഇന്നും നമുക്ക് ഇല്ല. ഉണ്ടോ? ഉച്ചയ്ക്ക് നിർത്തുമ്പോ കാണാം ഒരൊറ്റ ഓട്ടവാ. എങ്ങോട്ട്? വീട്ടിലോട്ട്. മനസ്സെവിടെ കിടക്കുക? വീട്ടിൽ കിടക്കുക. ഇവിടെ പിടിച്ചുകൊണ്ടൊന്നും ഇരുത്തിയിരിക്കുക. അപ്പൊ ഇപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ മോചനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും നമുക്കിപ്പോഴും ഏതവസ്ഥയിലാ? വാർദ്ധക്യത്തിലാ. അതുകൊണ്ട് ഈ വാർദ്ധക്യ ദശയിൽ കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ കൂടി ആരുടെ ഒപ്പം എത്തിക്കണം? ഇപ്പൊ ഉള്ളത് ഏതാ? ഭക്തി. ഈ ഭക്തിക്കൊപ്പം ഏതിനെയും കൊണ്ടുവരണം. അതുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഏത് കേൾക്കണം? ഇത് ഭക്തി ഉണ്ടാക്കാനാണോ പറഞ്ഞതെന്നാണോ അർത്ഥം? എനിക്ക് അതുകൊണ്ടാണ്. പക്ഷേ ഇതറിയാൻ മേലാതെ ശാസ്ത്രം പഠിക്കാതെ ഇരുന്ന് പറയും ഭാഗവതം കൊണ്ട് കണ്ട ഭക്തി. ഭാഗവതം കേൾക്കാൻ വരുന്നവർ ഭക്തിയുള്ളവരാ. ഞാനും നിങ്ങളും ഒക്കെ അല്പമെങ്കിലും. ഇനി ആ ഭക്തിയല്ല ഉണ്ടാവേണ്ടത്, എന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഈശ്വര തത്വം എന്ത് എന്നറിയണം. അതോടൊപ്പം തന്നെ ഭൗതിക വിഷയങ്ങളിൽ നിന്നുള്ള ഒരു മോചനം, വിരക്തിയും കൂടി എന്നിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഏത് കേൾക്കണം? ചോദ്യം അതായിരുന്നു. ഭക്തിജ്ഞാന വിരാഗാത്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം എന്ന ചോദ്യം. ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരുപോലെ ആക്കി തീർക്കാൻ വിഷ്ണു ഭക്തന്മാർ എന്താണ് ചെയ്തത്? അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഭാഗവതം ഭക്തിക്ക് വേണ്ടി മാത്രമുള്ള ഗ്രന്ഥം അല്ല. ഈ ഭാഗവതം ആ ഭക്തിക്ക് തത്തുല്യമാക്കിക്കൊണ്ട് ഭഗവത് തത്വം എന്താണെന്ന് അറിയാനും എന്നെ ഈശ്വരനിൽ നിന്നും അകറ്റുന്നത് എന്താണോ അത് ഭൗതിക വിഷയങ്ങളോടുള്ള അടുപ്പമാണ്. ആ അടുപ്പത്തെ കുറയ്ക്കാനുമായിട്ടുള്ള സിദ്ധ ഔഷധമാണ് ഏത്? ഇത് മനസ്സിലാക്കാതെ ഭാഗവതം എന്ന് കേട്ടാൽ നമ്മളെ കണ്ണടച്ചങ്ങ് പറയുന്നത് എന്താ? ഭക്തി. കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ഇട്ടു. ഇവിടെ ഈ കോട്ടയത്തെല്ലാം കണ്ടാണെന്ന് തോന്നുന്നു. ഭക്ത സപ്താഹം നടക്കുന്നത് പ്രഹ്ലാദന്റെ കഥയോ മറ്റോ. എന്തെല്ലാം പരിപാടികൾ അവിടെ കാണിച്ചു കൂട്ടിയത്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഈ വിഷയം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ ഗോഷ്ഠികൾ കാണിച്ചിട്ട് ഈ പുരാണത്തിന്റെ പ്രസക്തി തന്നെ കളയുകയാണ്. ഇത് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടുന്ന ചില മൂല്യങ്ങളുണ്ട്, ചില ധർമ്മങ്ങളുണ്ട്, അതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ട് ഇത് തത്വസംഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തത്വങ്ങളിലേക്ക് സാർ ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങള് MA-ക്കൊക്കെ പഠിക്കുമ്പോൾ പുരാണങ്ങൾ കുറച്ച് ടോപ്പിക്ക് എന്താണ് സാഹിത്യ ഇതിഹാസം പഠിക്കുമ്പോൾ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. എങ്ങനെ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം? അതിന് പഠിപ്പിച്ചു തന്ന 2 മാർഗങ്ങളാണ്. പുരാണ കഥകളെ നമ്മൾ അടുക്കുമ്പോൾ 2 തരത്തിലുള്ള പാകങ്ങളിലായിരിക്കും കഥകൾ. ഒന്ന് ദ്രാക്ഷാപാകം, മറ്റൊന്ന് നാളികേര പാകം. ദ്രാക്ഷ എന്ന വാക്കിനർത്ഥം മുന്തിരിങ്ങ എന്നാണ്. മുന്തിരിങ്ങ കഴിച്ചാൽ അതിന്റെ സ്വാദറിയാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? പല്ലില്ലാത്തവർക്കും ആരുടെ രുചി അറിയാം? മുന്തിരിങ്ങ വായിലിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. നേരെ മറിച്ച് ഒരു തേങ്ങ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാൽ അറിയാൻ പറ്റുമോ? ആദ്യം മുന്തിരിങ്ങ എടുത്തോലെ വായിലേക്ക് തള്ളിക്കയറ്റാൻ പറ്റുമോ? ആദ്യം എന്തെടുക്കണം? അതിന്റെ തൊണ്ട് പൊതിച്ച് എടുക്കുവോ കളയുവോ? അപ്പൊ പുറഞ്ചട്ട കളയണം. എന്നാലും തേങ്ങയുടെ സ്വാദ് അറിയുവോ? ഇല്ല. പിന്നെ വെട്ടി മുറിക്കണം, അറിയില്ല. ഒന്നുകിൽ ചീകി എടുക്കണം, അല്ലെങ്കിൽ പൂളി എടുക്കണം, ചിരണ്ടി എടുക്കണം. എന്നാലും അറിയുവോ? ഇല്ല. വായിലിട്ട് ചവച്ച് അരയ്ക്കണം. അപ്പൊ ഇത്രയും പ്രോസസ്സിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ ആരുടെ സ്വാദ് അറിയൂ. ഇതേപോലെയാ ഭാഗവത കഥകൾ. പുറമേ കാണുന്നതൊക്കെ വെറും തൊണ്ട, എടുത്ത് ദൂരെ കളയാനാ പറഞ്ഞത്. ഇതിനകത്താണ്, കഥയ്ക്കകത്താണ് എന്തിരിക്കുന്നത്? കഥകൾ ഇരിക്കുന്നത്.
അതിനെ മനസ്സിലാക്കിയെങ്കിലേ പുരാണ ശ്രവണം പൂർണ്ണമാകും. അത് തത്വങ്ങളെ ഓരോരുത്തരും പഠിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങൾ വെച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ എന്ത് ചെയ്യും, കാണാം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു, എടാ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇനി യുദ്ധം ചെയ്യണോ ചെയ്യണ്ടയോ അത് ആർക്ക് തീരുമാനിക്കാം? നിനക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ പറയുന്നു, ഇത് നമ്മളുടെ ഉള്ളിലിട്ട് മനനം ചെയ്തു വേണം എന്ത് ചെയ്യാൻ, നേരെയെടുക്കാൻ. അതുകൊണ്ട് ഓർക്കുക, ഭാഗവതം എന്ന് പറയുന്നത് ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ഗ്രന്ഥമാണ്. ഇനി മറ്റൊരു കാര്യം കൂടുണ്ട്. ആട്ടെ, നമുക്ക് ഈശ്വരനെ അറിയാൻ എന്തെല്ലാമാ വേണ്ടത്? പ്രധാനമായിട്ട് ഈശ്വരനെ കുറിച്ച് ഇപ്പൊ ചൂരക്കുളം വരെ അമ്മയെ അറിയണം. ആദ്യം എന്ത് വേണ്ടത്? അതെ, നാമം ജപിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തി ഉണ്ടാകണമെങ്കിലും എന്ത് വേണമെന്നാ ചോദ്യം. പറഞ്ഞു, എനിക്ക് ചൂരക്കുളങ്ങര അമ്മയെ അറിയാനുള്ള ആദ്യം ആഗ്രഹം വേണം. ഈ ആഗ്രഹം ഉണ്ടാകുന്ന എവിടാ? മനസ്സിൽ. എവിടാ? മനസ്സിലാ. ആഗ്രഹമുണ്ടായി വെച്ചു. അടുത്തത് എന്ത് വേണം? ഈ ചൂരക്കുളങ്ങര അമ്മ ആരാണെന്നുള്ള അറിവ് ഉണ്ടാകണം. അതിന് പറയുന്ന പേരാ ജ്ഞാനം. പിന്നെയോ ഈ ദേവിയെ അറിയാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. ആട്ടെ, മനസ്സ് അറിയുന്നത് എവിടെ കൊണ്ടാ? ജ്ഞാനം നേടുന്നത് എവിടാ? അറിവ് നേടുന്നത് എവിടാന്നാ? അറിവ് നേടുന്നത് മനസ്സിലാണോ? അവനെ എത്ര പറഞ്ഞിട്ട് അവന്റെ എന്നെ കൊണ്ട് കേറത്തില്ലെന്നാ പറയുന്നത്. തലയിൽ ആരായിരിക്കുന്നത്? ബുദ്ധി. മനസ്സ്, ബുദ്ധി. ഇനി അതറിയാനുള്ള പ്രവൃത്തി ചെയ്യണം. കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാ? അത് അറിയില്ല. ശരീരം. അപ്പൊ ഈശ്വരനെ അറിയാൻ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. ഒന്ന് മനസ്സ്, ബുദ്ധി, ശരീരം. വേണ്ട ഈശ്വരനെ വീട് പണിയണമെന്നെങ്കിലോ ആദ്യം വേണ്ട എന്താ? വീട് പണിയാൻ സ്ഥലമുള്ളവർ വീട് പണിയാൻ നടക്കുന്ന എത്രയോ പേര് നമുക്കറിയാം. ആദ്യം വീട് പണിയണം എന്നുള്ള ആഗ്രഹം എത്ര കാലം ഉണ്ടെങ്കിലും കാച്ചോടെ നടക്കുമോ? ഇല്ല. ആഗ്രഹം വേണം. അടുത്തത്, എന്റെ സ്ഥലത്തില് എങ്ങനെ കെട്ടിടം പണിയാമെന്നുള്ള അറിവ് ഞാൻ അറിയാവുന്നവരിൽ നിന്ന് ഗ്രഹിക്കണം. ഇല്ലേ? അടുത്തത്, അതിനുള്ള പ്രവർത്തനം ചെയ്യണം. ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇച്ഛാശക്തി ഉണ്ടോ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇതാ പറഞ്ഞത്. എന്റെ ഉള്ളിലുള്ള ഇച്ഛ, അതും ആരാ? ഈ ശക്തി തരുന്നത് ആരാ? ആ പരമാത്മാവാണ്, ദേവിയാണ്. എന്നിൽ ഈ ജ്ഞാനത്തെ ഉയർത്തുന്നത് ആരാണ്? അതും ആ ദേവി തന്നെ. എന്നെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കുന്നതും ഇതേ അമ്മയാണ്. അന്നേരം അത് പറഞ്ഞു. ഇനിയും ഏത് കാര്യങ്ങൾ നേടണമെങ്കിൽ ഇത് 3 വേണം. ആട്ടെ, ഭക്തി ഉണ്ടാകുന്നത് എവിടാന്ന് പറഞ്ഞു? മനസ്സിൽ. അറിവിന് നേടാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയില് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പഠിക്കുമ്പോ, അല്ലെങ്കിൽ ആ സൈക്കോളജി പഠിക്കുമ്പോ 3 തരത്തിലുള്ള മേഖലകളെ കുറിച്ച് പറയും. ഒന്ന് അഫക്റ്റീവ് ഡൊമൈൻ, അല്ലെങ്കിൽ മാനസിക മേഖല, വൈകാരിക മേഖല എന്ന് പറയും. രണ്ടാമത്തേത് കൊഗ്നിറ്റീവ് ഡൊമൈൻ. മൂന്നാമത്തേത് സൈക്കോമോട്ടോർ. എന്താ ഇത്? അഫക്റ്റീവ് ഡൊമൈൻ എവിടെ ഉണ്ടാകുന്നത്? മനസ്സിലാ. കൊഗ്നിറ്റീവ് ബുദ്ധിയുടെ മണ്ഡലം, മാനസിക മണ്ഡലം. അതാണ് എന്റെ മലയാളം. മാനസിക മണ്ഡലം, ബുദ്ധി മണ്ഡലം, അടുത്തത് ശാരീരിക മണ്ഡലം. ഇങ്ങനെ 3 തരത്തിലുള്ള കുട്ടികളെ ആയിരിക്കും ഒരു അധ്യാപകൻ മേയ്ക്കുന്നതെന്ന. ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മാനസികമായ കഴിവുകൾ അല്ലെങ്കിൽ ആ മണ്ഡലം വർദ്ധിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ സംസ്കാരപരമായിരിക്കുന്ന കഴിവുകൾക്ക്
അവർക്ക് മറ്റുള്ളതൊക്കെ എന്താണ് അല്പാൽപമേ കാണുള്ളൂ. പണ്ട് പ്രീ ഡിഗ്രി ഞാൻ പഠിക്കുമ്പോ ഒന്ന് മെയിൻ എടുക്കുമ്പോൾ മറ്റേത് രണ്ടെണ്ണം സബ്ബ അല്ലെ, അങ്ങനല്ലേ? ഞാൻ മാത്സാ പഠിച്ചത്, ഫസ്റ്റ് ഗ്രൂപ്പാ. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്സ് മെയിൻ ആവുമ്പോൾ ഏത് സബ് ഉണ്ടായിരിക്കണം? കെമിസ്ട്രി, ഫിസിക്സ് അല്ല, ഞാൻ മാത്സ് മാത്രമേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കിട്ടുമോ? അപ്പൊ ഒന്ന് മെയിൻ ആകുമ്പോൾ മറ്റേത് രണ്ടും എന്തായി നിൽക്കണം? സബ്സിഡിയറി ആയിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഭഗവാനോട് ഭക്തി മനോവൈകാരിക മണ്ഡലം കൂടുമ്പോൾ ഏത് രണ്ടും സബ്ബായിട്ടുണ്ടാവണം? ബുദ്ധിയുടെ മണ്ഡലവും ശാരീരിക മണ്ഡലവും. ഇനി ശാരീരിക മണ്ഡലം സ്പോർട്സുകാരെ നോക്കൂ. അവൻ സ്പോർട്സിൽ അഗ്രഗണ്യനാണെങ്കിൽ പഠിപ്പിലും കലാപരമായ കാര്യത്തിലും വലിയ കഴിവ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഒന്ന് മെയിൻ ആകുമ്പോൾ മറ്റേത് രണ്ടും സബ്. അങ്ങനെയാണെങ്കിൽ അതേ തത്വമാണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് ഭഗവാനോട് ഭക്തിയാണ് കൂടുതലെങ്കിൽ ഭക്തി മാത്രം കൊണ്ട് നടപ്പില്ല. നിങ്ങൾക്ക് മറ്റേത് രണ്ടും എന്തായിട്ട് ഉണ്ടാവണം? ജ്ഞാനവും വൈരാഗ്യവും സബ്ബായിട്ട് ഉണ്ടാവണം. ഇനി ജ്ഞാനമാർഗമാണ് നിങ്ങൾക്ക് കൂടുതലെങ്കിലോ ഈ പറഞ്ഞ രണ്ടെണ്ണം ഏതൊക്കെ? ഭക്തിയും വൈരാഗ്യവും ഏതുണ്ടാവണം? സബ്ബായിട്ടുണ്ടാവണം. ഇനി വൈരാഗ്യ ഭാഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലോ അല്പം ഭക്തിയും ജ്ഞാനവും നിങ്ങൾക്ക് സബ്ബായിട്ടുണ്ടാവണം. ഇതല്ലാത്തവരുമില്ല, ചോദ്യം വരാം ഇല്ലേ? ഇത് മൂന്നും ഒരുപോലെയുള്ളവരെ കാണില്ലേ? അത് എണ്ണത്തിൽ പരിമിതമാ. അങ്ങനെ ഉള്ളവർക്ക് പറയുന്ന പേരാണ് നമ്മൾ ഈ മൂന്ന് മേഖലകളും ഒരുപോലെ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു പേര് പറയുമല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും. അത് വിരലിൽ എണ്ണാവുന്ന, അവരില്ലാഴുകയില്ല, അവരുണ്ട്. അതിനാണ് ഗീത എടുത്ത് പഠിക്കുന്നവർക്കറിയാം, ആദ്യം പറയുന്ന യോഗവേദ ഭക്തിയോഗമാ, രണ്ടാമത് കർമ്മയോഗമാ, മൂന്നാമത് ജ്ഞാനയോഗം. അടുത്ത ഒരു യോഗമുണ്ട്, ആ യോഗം പറ്റില്ല. ഈ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളാണ്, ചെറിയ വഴികളാണ്. ഇതിൽ ആർക്കും പോകാം വണ്ടി ഓടിച്ചുകൊണ്ട്. ഇത്തിരൂടി കൂടിയതാണ് ഏത്? അടുത്ത റോഡുകൾ, സാധാരണ ഗ്രാമീണ റോഡുകൾ. എം സി റോഡിൽ അങ്ങനെയുള്ള പഠിച്ചവർക്ക് കയറാൻ പറ്റുക. ഈ എം സി റോഡിൽ പോകുന്നവരാണ് ഏത്? ഈ മൂന്നും ഒരുപോലുള്ളവര് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നതാണ് ഗീതയിൽ പറയുന്ന രാജരാജയോഗം. ഇത് ഹൈവേയാ. ഈ നിലയിലേക്ക് ഉയർന്നു വന്നവർക്കേ അതിലൂടെ പോകാൻ പറ്റൂ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഭാഗവത മാഹാത്മ്യം കേട്ടപ്പോൾ ഇതെന്തിനു വേണ്ടിയാണെന്നറിയുക. നമുക്ക് ഭക്തിയെ മാത്രം കൊണ്ടുവരാനല്ല, ഭക്തിയോടൊപ്പം തന്നെ ഭക്തിയെ നിലനിർത്തണം. കൂട്ടത്തിൽ ഏതുകൂടെ കൊണ്ടുവരണം? അപ്പൊ 7 ദിവസം ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഭക്തി മാത്രം വളർന്നാൽ പോരാ, പിന്നെ എന്തുകൂടെ ഉണ്ടാവണം? ഈശ്വരതത്വം എന്താണെന്നുള്ള ജ്ഞാനവും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ 7 ദിവസം കേട്ട് കഴിയുമ്പോൾ ചെറിയ ചില കാര്യങ്ങളിലൊക്കെ എന്തും ഉണ്ടാവണം? വിരക്തി എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് 5 സീരിയലാണെങ്കിൽ ഇത് കഴിയുമ്പോൾ 4 ആക്കി കുറയ്ക്കണം. പക്ഷേ ഈ വിരക്തി എന്ന് പറയുന്നത് ഓർത്തോളുക. ഒരു സാറ് ഇന്നലെ പറഞ്ഞു, ഒരിക്കലും ഒരാൾക്ക് വിരക്തി ഒരാൾ പറഞ്ഞാലോ വേണ്ട എന്ന് എന്താ പറയുക, ശ്രമം നടത്തിയിട്ട് കിട്ടാതെ വരുമ്പോൾ വേണ്ടാന്ന് വെക്കലോ വിരക്തി അല്ല. യഥാർത്ഥത്തിൽ വിരക്തി എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞില്ലേ, പായസം കുടിച്ച് 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 അവസാനം ഇനി എനിക്കിത് വേണ്ട എന്ന് വെക്കണം. അതിനാണ് ഏത് പറയുക? അതാണ് വിഗതമായ രാഗം, വിശേഷണയുള്ള രാഗം, വൈരാഗ്യം. അനുഭവിച്ചിട്ട് വേണ്ട എന്ന് വെക്കണം. പണ്ട് ഒരു കുറുക്കൻ മുന്തിരിങ്ങായ്ക്ക് വേണ്ടിയിട്ട് ചാടി, കിട്ടാതെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് മുന്തിരിങ്ങ വേണ്ട. എന്താ കാര്യം? വേണ്ടെന്ന് വെച്ചതാണോ? അല്ല, കിട്ടാതെ വന്നതാ. ഇത് വിരക്തിയല്ല. ഒരു ആളിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് 1-ാം തരം പാലട വെച്ചിരിക്കുക, ചോദിച്ചു കുടിക്കുന്നില്ലേ സാറ്? ഓ എനിക്കിപ്പോ ഇതിനോടൊക്കെ വിരക്തിയാ, വൈരാഗ്യമാ എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പായസത്തോടാണോ വൈരാഗ്യം, അതോ ഇനി മേലാൽ മധുരം തുടരുതെന്ന് പറഞ്ഞ ഡോക്ടറോടാണോ വൈരാഗ്യം?
ആഹരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട, നാവിലൂടെ ഇറക്കലിൽ മാത്രമല്ല ആഹാരം. കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടൊക്കെ സ്വീകരിച്ചാൽ അതെല്ലാം ഏതാ? കണ്ണുകൊണ്ട് ആഹരിക്കുന്നത് ആ കാഴ്ചകള്, കാതുകൊണ്ട് കേൾക്കുന്നതും ആഹരണമാണ്. അപ്പോ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ട് ഇതെന്ത് ചെയ്യണം? ഇനി എനിക്കിത്, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. എത്രയോ ആളുകൾ എനിക്കറിയാം, മത്സ്യമാംസ. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കറിയാം, ക്ലാസ്സൊക്കെ തുടങ്ങി, ഭാഗവതം തുടങ്ങി, ഉപനിഷത്തിന്റെ ക്ലാസ്സൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലരും വന്ന് പറയും, സാറേ ഇതുവരെ ഞങ്ങൾ ഉപയോഗിച്ചതാ, ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് വെച്ചു. യഥാർത്ഥത്തിൽ ഇതാണ് കഴിച്ചിട്ട് അനുഭവിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങൾ കാണാവുന്ന അത്രയും സീരിയൽ കാണണം, മനസ്സിലായോ? അത് കഴിഞ്ഞ് പറയുമ്പോൾ തോന്നും എല്ലാത്തിനകത്തും ഒരു കാര്യമേ ഉള്ളൂ, അമ്മായിയമ്മ ആരെടുത്തിട്ട് അലക്കുന്നതാ മരുമോൾ, അല്ലെങ്കിൽ തിരിച്ച്. ഇതല്ലേ കണ്ടന്റ്. അതുകൊണ്ട് ഇനി ഞാൻ ആ സീരിയൽ കാണാൻ ഇതിന് പറയുന്നത് വരാം. അപ്പോ പറഞ്ഞതിന്റെ അർത്ഥം, ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കുള്ള നമ്മുടെ മനസ്സ് കുറെ അടങ്ങും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഏത് ഭാഗവത. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയും പ്രകാശിത കോവി നവീന മാർഗ. ഭാഗവതകാരൻ പറയുകയാണ്, വ്യാസൻ, ഞാൻ ഈ ഭാഗവതത്തിലൂടെ പുതിയൊരു തത്വം ആവിഷ്കരിക്കുകയാണ്. കാരണം എന്താ? ഭാഗവതം ഭക്തിയുടെ മാർഗമാണെന്ന് പറയുന്നവർക്കുള്ള ചുട്ട മറുപടിയാ. ഭക്തി എന്ന് പറയുന്നത് ഭാഗവതം ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണോ? ആണോ അല്ലയോ? ഭാഗവതം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഭക്തിയില്ലായിരുന്നു? ഉണ്ടോ ഇല്ലയോ? വൈദിക കാലഘട്ടം തൊട്ട് എന്തുണ്ട്? ഭക്തിയുണ്ട്, ഭാഗവതം ഉണ്ടായിട്ടല്ല. അപ്പോ ഭക്തിയുടെ മാർഗമല്ല. കാരണം നാരദർ തന്നെ ഭക്തി സൂത്രം എഴുതി. ആ നാരദർക്ക് പോലും ഭക്തി കൊണ്ട് ആരുടെ ദുഃഖം തീർക്കാൻ പറ്റിയില്ല. നോക്കുക, ഭക്തിയുടെ ആചാര്യനായ നാരദർക്ക് ഈ ദുഃഖം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഭക്തി കൊണ്ട് സാധിച്ചില്ല എന്നല്ലേ? അപ്പോ ഭക്തി എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ പണ്ടേ ഉള്ളതാ, പുതിയതാണോ? അല്ല. ആട്ടെ, കർമ്മകാണ്ഡം, കർമ്മരൂപങ്ങൾ, യജ്ഞങ്ങള്, യാഗങ്ങള്, ഇഷ്ടികള്, പൂർത്തികള്, ഇതൊക്കെ ഭാഗവതം ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണോ? ഇവിടെ വേദം ഉണ്ടായ കാലഘട്ടം തൊട്ട് ഏതുണ്ട്? യാഗാദി കർമ്മങ്ങൾ ഉണ്ട്. അപ്പൊ കർമ്മപരമായ കാര്യങ്ങളും പണ്ടേ ഉള്ളതാ. അപ്പൊ അതും പുതിയതല്ല. ആട്ടെ, വിഷയവൈരാഗ്യം, സനകാദികൾ തന്നെ ആദ്യത്തെ വിഷയവൈരാഗ്യങ്ങളാണ്. അപ്പൊ പിന്നെ അതും പണ്ടേ ഉള്ളതാ. അപ്പൊ ഭാഗവതം ഉണ്ടായിട്ടല്ല ഏത് ഭക്തിമാർഗം ഉണ്ടായതും ജ്ഞാനമാർഗം ഉണ്ടായതും, അതാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ എന്താണ് കർമ്മമാർഗവും. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിനെ ചേർത്തുകൊണ്ട് ഒരു പുതിയ മാർഗം ചെയ്യുന്നു. അപ്പോ പുതിയ മാർഗം എന്താ? ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മത്തെയും ഒരുപോലെ ചേർത്തുകൊണ്ട്, ഇതിന് പറയുന്ന പേര് എന്താ പറയുക? 3നെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ആവിഷ്കാരമാണ് ഏത്? ഭാഗവതം. അപ്പൊ ഭാഗവതത്തിൽ ഭക്തി മാത്രമല്ല ഉള്ളത്. ഏതുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ പുരഞ്ജനോപാഖ്യാനം, അതിനകത്ത് എവിടെ ഭക്തിയുള്ളൂ എന്ന് പറയാമോ? ഉണ്ടോ? ഭക്തിയെക്കുറിച്ച് പറയുന്നേ ഇല്ല. ആട്ടെ, കപിലോപദേശം, ഉദ്ധവോപദേശം, നിമി നവയോഗി സംവാദം, ഇവിടൊക്കെ എവിടെ ഭക്തി? അവിടെ ഭക്തി അല്ല വിഷയം. പിന്നെ ഏതാ? ജ്ഞാനമാണ്. ഋഷഭന്റെ കഥ പഞ്ചമം, കർമ്മത്തെ കുറിച്ചാ പറയുക. നിഷ്കാമകർമ്മവും അതേപോലെ കർമ്മം, അകർമ്മം, വികർമ്മം, നിഷ്കാമകർമ്മം, 4 അവിടെ കാണിച്ചു തരികയാണ്. കർമ്മകാണ്ഡ മാർഗ. എത്രയോ കർമ്മകാണ്ഡങ്ങളുടെ കഥകൾ ഭാഗവത്തിൽ പറയുന്നുണ്ട്. അവിടെ എങ്ങും ഏതില്ല? ഭക്തിയുമില്ല. പ്രചേതസ്സുകൾക്ക് ഉപദേശം കൊടുക്കാൻ പോകുന്നതിന് എന്തിനാ? കർമ്മകാണ്ഡത്തെ നിരോധിച്ചിട്ട് പോയോണ്ട. ഭക്തിയില്ലേ ഭാഗവതത്തിൽ? പ്രഹ്ലാദന്റെ കഥ ഏതിന്റെ ഉദാഹരണമാണ്? അപ്പൊ നോക്കുക, ഭാഗവതത്തിൽ ഇത് 3ഉം ഒരുപോലെയാ. പക്ഷേ പറ്റിപ്പോയതെന്താ വെച്ചാൽ നമ്മൾ ഭക്തിയെ മാത്രം ഏതിന്ന് അങ്ങ് എടുത്തു. അതുകൊണ്ട്, കാരണം ഒരാളുടെ ഏറ്റവും കൂടുതൽ ഒരാളെ സ്വാധീനിക്കാൻ പറ്റുന്നത് മനസ്സുകൊണ്ടാണ്. അതിന് ചില ആവിഷ്കാരങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്കങ്ങ് വീഴും. പക്ഷേ തത്വം പറയുമ്പോൾ, ജ്ഞാനം പറയുമ്പോൾ, വൈരാഗ്യ വിഷയങ്ങളെ പറയുമ്പോൾ ഇത്തിരി ഏതുകൂടെ പ്രയോഗിക്കണം? ബുദ്ധി. അത് വേണ്ട, അത് പ്രയോഗിക്കാൻ പാടായതുകൊണ്ട് ഏതിനെ മാത്രം എടുത്തിട്ട് അലക്കിക്കൊണ്ട് നടന്നു. അവിടാണ് പാളിച്ച പറ്റിയത്. അതുകൊണ്ട് വന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഭാഗവതം എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ മുക്കിയിട്ട് വേറെ ചില കാര്യങ്ങളെ മാത്രം പ്രോഗ്രസ് ചെയ്തുകൊണ്ട് വന്നു. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനല്ല.
ഭാഗവതം ഇത് മൂന്നിനെയും ഒരുപോലെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ തന്ത്രം, എങ്ങനെ ഒരു ഗൃഹസ്ഥനായിരിക്കുന്നവന് ഭഗവാനിലുള്ള ഭക്തിയും അതോടൊപ്പം തന്നെ ഭഗവാനെ കുറിച്ചുള്ള അറിവും വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ വിരക്തിയും നേടി ഈ ജീവിതം ഉള്ള കാലം ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാൻ ഉതകും. അതിനുള്ള കഥകളും ആവിഷ്കാരങ്ങളുമായിരിക്കും ഏതില്? ഭാഗവതം.